ലീനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മീൻ കൊണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല പുളിമുളക് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചൂട് ചോറ്, കപ്പ ഇവയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി മുറിച്ചത് ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്നുകൂടി വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ പഴുത്ത 2 തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെമ്മീൻ ഉള്ളിലെ നാരെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളൻപുളി കുതിർത്ത് പിഴിഞ്ഞ് അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കാം. 20 മിനിറ്റായപ്പോൾ മൂടി തുറന്നതാണ്. ഇപ്പോൾ ചാറെല്ലാം കുറുകി കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. എരിവും ഉപ്പും പുളിയും എല്ലാം ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. തേങ്ങയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണിത്. ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. തേങ്ങ വറുത്തരച്ച് തയ്യാറാക്കിയ ചെമ്മീൻ കറിയുടെ വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.